സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 5 മുതലുള്ള തിരുവചനങ്ങൾ. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് ഞാൻ പറയുമ്പോൾ അവൻ പോകുന്നു, അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ദൈവസന്നിധിയിൽ വചനം ശ്രവിക്കുന്നതിന് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ, അങ്ങയുടെ വചനത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ മനസ്സിലേക്ക്, ബുദ്ധികളിലേക്ക് കടന്നു വരുവാനും ഞങ്ങളുടെ ജീവിതം നവീകരിക്കപ്പെടുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആമീൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു ശതാധിപനെ നോക്കി പറയുകയാണ്, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനെ പോലും ഞാൻ കണ്ടിട്ടില്ല. വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നമുക്കറിയാം, ഈ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. പലരും ഈ കാലഘട്ടത്തിലൊക്കെ പറയാറുണ്ട്, എന്തിനാണ് വിശ്വസിക്കുന്നത്? പ്രത്യേകിച്ച് യുവജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം, എന്തിനാണ് വിശ്വസിക്കുന്നത്? ദൈവമുണ്ടോ? ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാർ ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരോട് മറ്റുള്ളവർ ചോദിക്കുന്നതായിരിക്കാം. വിശ്വാസത്തിന് ആവശ്യമുണ്ടോ? വിശ്വസിക്കണോ? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആഗ്രഹമുണ്ട്. അതായത്, വിശ്വാസമില്ലാതെ നിങ്ങൾക്ക് ഒരടി പോലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉള്ള എല്ലാവർക്കും അവരുടെ അപ്പൻ ആരാണ്, അമ്മയാണ് ആരാണെന്ന് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇതിൽ എത്ര പേര് DNA ടെസ്റ്റ് നടത്തിയിട്ട് അപ്പനെയും അമ്മേനെയും കണ്ടുപിടിച്ചിട്ടുണ്ട്? എനിക്കൊന്നുമില്ല ആരെങ്കിലും ഉണ്ടാകുമെന്ന്. ഇതാണ് നമ്മുടെ അപ്പൻ, ഇതാണ് നമ്മുടെ അമ്മ എന്ന് നമ്മളെ വളർത്തിയവർ പറഞ്ഞു കൊടുത്തതാണ്. അത് വിശ്വസിച്ചതാണ് നമ്മൾ. ഇനി നിങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ ആദ്യം അത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അതിൽ വേറെ വിഷവസ്തുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട്?
നമ്മൾ സാധാരണക്കാരും തന്നെ അത് ചെയ്യുന്നില്ല. ഇനി വല്ല പ്രധാനമന്ത്രിയുടെയൊക്കെ സെക്യൂരിറ്റിക്കാരൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വിശ്വസിക്കുകയാണ് ഈ ഭക്ഷണത്തിൽ വേറെ ഒന്നുമില്ല, ഈ ഭക്ഷണം നല്ല ഭക്ഷണമാണ് എന്ന് വിശ്വസിച്ച് അങ്ങോട്ട് കഴിക്കുകയാണ്. വിശ്വാസമാണ്. ഏതോ ഒരു തുണിക്കടയുടെ ഒരു പരസ്യമായിരുന്നു തോന്നുന്നു. വിശ്വാസം അതല്ലേ എല്ലാം. സ്വർണത്തിൻ്റെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വാസം അതല്ലേ എല്ലാം. ഒരു ടാഗ് ലൈൻ അതായിരുന്നു, വിശ്വാസമല്ലേ എല്ലാം. വിശ്വാസമാണ് എല്ലാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ റോട്ടിലൂടെ നടന്ന് ഈ പള്ളിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണ് വേറെ വണ്ടിയൊന്നും വന്ന് ഇടിക്കുകയില്ല, ഒരു കുഴപ്പമില്ലാതെ ഞാൻ പള്ളിയിലെത്തും, തിരിച്ച് വീട്ടിലും എത്തും. വിശ്വാസമാണ്. നിങ്ങൾ ഈ ഫാനിന്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുകയാണ് ആ ഫാൻ പൊട്ടി വിടില്ല എന്ന്. ഉടനെ ഒരു ഭൂമി കുലുക്കമുണ്ടായി, ഈ പള്ളി തകർന്നു വീണ് നിങ്ങൾ അതിൽ പെടുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. വിശ്വാസമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് വിശ്വസ്തയാണ്, നിങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ നല്ല നിലയിൽ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണം അടുത്ത മാസം അല്ലെങ്കിൽ പിറ്റത്തെ വർഷം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ് അതൊക്കെ നടക്കും. നിങ്ങൾക്കൊരു രോഗവും ഉണ്ടാവുകയില്ല. നിങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസം നഷ്ടപ്പെട്ടാലത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഭ്രാന്ത് പിടിക്കും, വട്ടുപിടിക്കും. എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം വിശ്വസിച്ചിട്ടാണ്. നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ ആ ബസ്സിന്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടല്ല അയാൾ വണ്ടി ഓടിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുകയാണ്. അയാൾ സ്പീഡിൽ ഓടിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്നൊന്നുമില്ല, നമ്മൾ വിചാരിക്കുകയാണ് അത് കുഴപ്പമില്ല, അയാൾ നിയന്ത്രണമുണ്ട്. വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസമില്ലാതെ ഒന്നുമില്ല. വെറുതെ പറയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. എല്ലാ കാര്യത്തിലും വിശ്വാസമില്ലാതെ ഒരു മനുഷ്യനും, അത് ചെറുപ്പക്കാരനായിക്കൊള്ളട്ടെ, മുതിർന്നവനായിക്കൊള്ളട്ടെ, പണക്കാരനായിക്കൊള്ളട്ടെ, പാവപ്പെട്ടവനായിക്കൊള്ളട്ടെ, ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. വിശ്വാസമാണ് ജീവിതത്തിന് അടിസ്ഥാനം. വിശ്വാസമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ വിശ്വാസമില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളെ കാണാൻ പറ്റുന്നത് വല്ല ഭ്രാന്താലയത്തിലായിരിക്കും. കാരണം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ 3 അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിശ്വാസം തന്നിൽ തന്നെയുള്ള വിശ്വാസമാണ്. നമുക്ക് നമ്മിലൊരു വിശ്വാസം വേണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ആത്മവിശ്വാസമാണ്. എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് പറ്റും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കുടുംബം ആയ സ്ഥിതിക്ക് ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഞങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ കഴിഞ്ഞ ദിവസം ഗായക സംഘത്തിൻ്റെ മീറ്റിംഗ് കൂടിയപ്പോൾ പുതുതായിട്ട് വന്ന കുട്ടികളോട് അവർ പാടുന്നില്ല, മൈക്ക് ഉപയോഗിച്ച് പാടുന്നില്ല. എന്താ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭയമാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഭയമല്ല, വിശ്വാസമില്ല എന്നുള്ളതാണ്. ആത്മവിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. ആത്മവിശ്വാസം, എനിക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാവരും യേശുദാസിനെ പോലെയോ ചിത്രയെ പോലെയോ പാടാൻ പഠിച്ചിട്ടാണോ പാടുന്നത്? അല്ല. നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ച് അങ്ങോട്ട് പാടുകയാണ്, മറ്റുള്ളവർ സഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതായത് എല്ലാം വിശ്വാസമാണ്, നമ്മളിലൊരു വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് പറയുമ്പോൾ നിങ്ങളത് കേട്ടുകൊള്ളും, നിങ്ങൾ ഇറങ്ങിപ്പോവില്ല. ഞാൻ വിശ്വസിക്കുകയാണ്. അതൊരു വിശ്വാസമാണ്. എല്ലാം വിശ്വാസമാണ്. ആത്മവിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് ഈ സംരംഭങ്ങൾ എന്തുകൊണ്ടാണ് കുറഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പണ്ടത്തെ മാതിരി ബിസിനസ് മേഖലയിലേക്കൊന്നും യുവജനങ്ങൾ വളരെ കുറവായിട്ട് ഇറങ്ങുന്നുള്ളൂ. എന്താ കാരണം? വിജയിക്കുന്നൊരു വിശ്വാസമില്ല. ആത്മവിശ്വാസം. ജീവിതത്തിന് ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ, ചില പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ വിശ്വാസമുണ്ടാകണം. നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസമുണ്ടാകണം. നമുക്ക് തമ്മിൽ തന്നെ ഒരു ബോധ്യമുണ്ടാകും, എനിക്ക് ചെയ്യാൻ സാധിക്കും, കർത്താവിൻ്റെ കൂടെയുണ്ട്. ഈ വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ആവശ്യം വേണ്ട ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മിൽ തന്നെയുള്ള ഒരു വിശ്വാസമാണ്. നമ്മിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. എനിക്ക് ചെയ്യാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടാൻ എനിക്ക് സാധിക്കും. ഞാൻ ഇവിടെ ഈ ഇടവകയിലല്ല, വേറൊരു ഇടവകയിൽ വെച്ച് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. എന്താണ് കാരണം? തലവേദനയാണ്. കുറേ ദിവസമായി തലവേദന. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
അപ്പോൾ ഞാൻ ഈ സഹോദരി ചോദിച്ചു, ആരെങ്കിലും തലയിൽ ട്യൂമറോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ വീട്ടിൽ? അങ്ങനെ ഒരെണ്ണം പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛാ എൻ്റെ ആങ്ങള മരിച്ചത് തലയിൽ ട്യൂമറായിട്ടാണ്. അന്ന് മുതൽ എനിക്ക് പേടിയാണ്, എൻ്റെ തലയിലെന്നാണ് ട്യൂമർ വരാൻ പോകുന്നത്. അത് ചിന്തിച്ച് ഇപ്പോൾ തലവേദനയായി. പലരുടെയും മനസ്സിലുണ്ട്, ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു രോഗം വന്ന് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ രോഗം വരുമോ? പേടിയാണ്, വിശ്വാസമില്ല. വിശ്വസിക്കണം പ്രിയപ്പെട്ടവർ, വിശ്വസിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും വിശ്വസിച്ചില്ലെങ്കിൽ. ദൈവത്തെ വിശ്വസിക്കണം, തന്നിൽ തന്നെ വിശ്വസിക്കണം, വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി രണ്ടാമത്തെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുള്ള വിശ്വാസമാണ്. മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കണം. കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇതിൻ്റെ കൂട്ടുകാരൊക്കെ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒന്നുകൂടി ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. എപ്പോഴാ പാര വയ്ക്കാന്ന് അറിഞ്ഞുകൂടാന്ന്. എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ നമ്മൾ അവരുമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും? വിശ്വാസം വേണം, മറ്റുള്ളവരെ വിശ്വസിക്കണം. നമ്മൾ കുറേയൊക്കെ അന്ധമായി ഇങ്ങോട്ട് വിശ്വസിക്കുകയാണ്. നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങളെ, നമ്മുടെ ഇടവകയിലെ അംഗങ്ങളെ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകണം. വിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ചതിക്കുമായിരിക്കാം ചിലരൊക്കെ, ചിലർ സ്വാർത്ഥ ചിന്ത കൂടി ചിലപ്പോൾ നമ്മളെ ചതിച്ചു എന്ന് വന്നേക്കാം. അതൊക്കെ വളരെ ചെറിയ ശതമാനം മാത്രമാണ്. ഒരാൾ നമ്മളെ ചതിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ചതിയന്മാരാണ് ചിന്തിക്കരുത്. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വിശ്വസിക്കണം മറ്റുള്ളവരിലെ. മറ്റുള്ളവരെ നമ്മൾ നശിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ ചിന്തിക്കരുത് പ്രിയപ്പെട്ടവർ. അങ്ങനെ ചിന്ത നമ്മൾ ഉപേക്ഷിക്കണം. നമ്മളെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നതെന്ന് ചിന്തിക്കണം. അതാണ് വിശ്വാസം. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? നിങ്ങളെല്ലാവരെയും സംശയത്തോടു കൂടിയാണ് നോക്കുക. അവൻ ചതിക്കുമോ, ഇവൻ ചതിക്കുമോ, അവൻ പ്രശ്നം ഉണ്ടാക്കുമോ, ഈ പ്രശ്നം ഉണ്ടാക്കുമോ? നിങ്ങൾക്ക് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിന് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർ വിശ്വസിക്കണം. നിങ്ങളുടെ മക്കളെ വിശ്വസിക്കണം. നിങ്ങളുടെ മക്കൾ നല്ലതായി തീരും എന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ അയൽപ്പക്കക്കാരെ, അവർ നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. വിശ്വസിച്ച് മുന്നോട്ട് പോകണം പ്രിയപ്പെട്ടവരെ. അവരിനി മന്ത്രവാദം ചെയ്യുന്നുണ്ടോ, കൂടോത്രം ചെയ്യുന്നുണ്ടോ, നശിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ചിന്ത ഉപേക്ഷിക്കണം. നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളവിടെ നിൽക്കും. നിങ്ങളിങ്ങനെ ആകുലതയും ഉത്കണ്ഠയുമായിട്ട് ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. വിശ്വസിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ വിശ്വാസം പ്രിയപ്പെട്ടവരെല്ലാം അടിസ്ഥാനമായ വിശ്വാസമാണ്. അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തെ നമ്മൾ കാണുന്നില്ല, ദൈവത്തെ നമ്മൾ കേൾക്കുന്നില്ല, പക്ഷേ ദൈവമുണ്ട്. ഇത് വളരെ ശക്തമായ വിശ്വാസമാണ്. നമ്മൾ ഈ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എല്ലാം ശാസ്ത്രവും യുക്തിയൊക്കെ നോക്കുന്നു. വളരെ മഹാനായിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് എന്തുമാത്രം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അദ്ദേഹം പറയുകയാണ്, ഞാൻ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തെ കാണുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രപഞ്ചം വെറുതെ അങ്ങ് പൊട്ടിമുളച്ചുണ്ടായതാണോ? വെറുതെ അങ്ങ് ഒരു സ്ഫോടനത്തിലൂടെ ഉണ്ടായതാണോ? നമ്മൾ ഓരോ മനുഷ്യരും ഇങ്ങനെയാണ് ആകസ്മികമായി ഉണ്ടായതാണെന്ന് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കാണുന്ന സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഈ സൂര്യന് ചുറ്റും ഗ്രഹങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. ഉപഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ രാത്രി നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെയാണ് നമ്മൾ ആകാശത്ത് കാണുന്നത്. നമുക്ക് കാണാൻ പറ്റാത്ത നക്ഷത്രങ്ങൾ വേറെയുണ്ട്. ഓരോ നക്ഷത്രം ഓരോ സൂര്യനാണെന്ന് പറയുന്നത്. ഓരോന്നിന് ചുറ്റും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ട്. ഇതാണ് കഥ എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് അവസാനിപ്പിക്കരുത്. ഇതുപോലെയുള്ള സൗരയൂഥങ്ങൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയുമുണ്ട്. നമുക്ക് ഈ ലോകത്തെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. നമുക്ക് തൊട്ടപ്പുറത്ത് ചന്ദ്രനിൽ കാലുകുത്തി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈയടിക്കുകയാണ്. ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് ഈ പ്രപഞ്ചത്തെ കീഴടക്കി എന്ന് പറയുകയാണ്. ചന്ദ്രനിൽ കാലുകുത്തിയിട്ട്. അതുപോലെ ഗ്രഹങ്ങൾ, സൂര്യൻ എത്രയുണ്ടെന്ന് അറിയാമോ? അതിൻ്റെയേറെ ഉപഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാമോ? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല മനുഷ്യൻ.
ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഐസക് ന്യൂട്ടൻ പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട്, ദൈവമേ നിന്റെ അത്ഭുതകരമായ പ്രവർത്തനം ഞാൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്നു, ഇതിന് പിന്നിൽ ഒരു സൂപ്പർ ഇന്റലിജൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് പിന്നിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ബുദ്ധിയുണ്ട്, അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ഒന്നും വേണ്ട, നമ്മുടെ ശരീരം തന്നെ എടുത്തു നോക്കിയാൽ മതി. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളുടെ അർത്ഥം എന്താണ്, അതിലെന്താ നടക്കുന്നതെന്ന് ഇതുപോലും വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നത് ശാസ്ത്രം മുഴുവൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്? ഒന്നുമില്ല. നമ്മുടെ ഈ വിരലിൻ്റെ തമ്പ് ഇംപ്രഷൻ അല്ല ഈ വിരലിൻ്റെ തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് അറിയാമോ? അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇപ്പോൾ മൊബൈലൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കെല്ലാം അറിയാം. ഒരുവിധമൊക്കെ തമ്പ് ഇംപ്രഷനെ കുറിച്ചൊക്കെ പറയാൻ പറ്റും. ഇതിലെന്താ ഉള്ളത്? കുറച്ച് വരകൾ. ഈ വരകൾ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ഈ എൻ്റെ വലത് കൈയുടെ ഇംപ്രഷൻ അത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, വേറെ ഒരു മനുഷ്യനും ഇല്ല എന്ന് മാത്രമല്ല, ഇതുവരെ ഈ തമ്പ് ഇംപ്രഷനുമായിട്ട് ഒരാളും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകില്ല. എന്താ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയുടെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കി. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ദൈവം ഇങ്ങനെ മനോഹരമായി വെച്ചിരിക്കുകയാണ്. നിങ്ങളൊരു ചെടിയുടെ ഒരു ഇലയെടുത്ത് പരിശോധിക്കുക. ഒരു ചെടിയുടെ ഒരു പുളി മരം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇലയെടുത്ത്, എത്ര ചെറിയ ഇലയാണത്. അതുപോലെ ഒരു ഇല വേറൊരു പുളിക്ക് അല്ലെങ്കിൽ ആ പുളിയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ഒന്നും റിപ്പീറ്റഡ് അല്ല എന്നുള്ളതാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ പ്രപഞ്ചം ദൈവം ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ അറിയുന്നുണ്ട്, ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത, നിന്നെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ആ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അവിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് ഒരുപാട് പഠനങ്ങൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും ദൈവവിശ്വാസികളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്ത് വിചാരിച്ച മുന്നോട്ട് പോകും? നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്തിനാ ഈ സ്വത്തൊക്കെ സ്വരുക്കൂട്ടിയിരിക്കുന്നത്? നാളെ നിങ്ങൾ ഉണ്ടാവുമോ? പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ട്, എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ട്. നാളെയെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ, പക്ഷെ എൻ്റെ ദൈവത്തിന് അറിയാം. എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ, തൻ്റെ ഉള്ളം കയ്യിൽ എന്നെ പരിപാലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതാണ് വിശ്വാസം. ഈ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മളൊന്നുമല്ല. നമ്മളൊക്കെ വട്ടന്മാരായിട്ട് തീരുന്നോളും, അല്ലെങ്കിൽ നമുക്ക് വട്ടുപിടിച്ചു പോകും. വിശ്വാസം, ദൈവത്തിൻ്റെ ആ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്നിനും ഒരു നിശ്ചയമില്ല. നിങ്ങളും ധൈര്യമായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും കർത്താവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരു പള്ളിയിലായിരുന്നപ്പോൾ വീട് സന്ദർശന ഇടയ്ക്ക് ഒരു അമ്മച്ചിയെ കണ്ടുമുട്ടി. ഈ അമ്മച്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മച്ചി അടുത്തൊരു വീട്ടിലേക്ക്, ആ വീട്ടിലെന്തോ ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അടുത്ത വീട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഒരു കുടിയേറ്റ മേഖലയാണ്. അപ്പോൾ അവിടെ പല സ്ഥലത്തും കിണറുകൾ കുഴിച്ചിട്ടുണ്ട്. അടുത്ത വീടെന്ന് പറഞ്ഞാൽ വളരെ വഴി അകലെയാണ്, 2-3 പറമ്പ് കഴിഞ്ഞിട്ടാണ് പോകണം. അപ്പോൾ പറമ്പിലൂടെ ഇടവഴിയിലൂടെ പോവുകയാണ്. അറിയാതെ ഈ ചേച്ചി ഒരു കിണറ്റിൽ വീണു, പൊട്ടക്കിണറ്റിൽ വീണു. വലിയൊരു പറമ്പ്, ആ പറമ്പിൻ്റെ നടുവിലൊരു കിണർ, അതിൽ വീണു. കുറേ നേരം നിലവിളിച്ചു, ആരും കേൾക്കാനില്ല. അന്ന് വൈകുന്നേരം കഴിഞ്ഞു. പിറ്റേ ദിവസം നിലവിളിച്ചു, ആരും കേൾക്കാനില്ല. ഈ ചേച്ചി അന്വേഷിച്ച് ലോകം മുഴുവൻ അന്വേഷിച്ച് ആൾക്കാർ നടക്കണം, പക്ഷെ ഇവിടേക്ക് ആരും വന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയത് രക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അച്ഛാ, എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കർത്താവ് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ കർത്താവിനെ കൈവിടില്ലെന്ന് അച്ഛാ എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ 3 ദിവസം, ഈ 2.5 ദിവസം ഈ പൊട്ടക്കിണറ്റിൽ കിടക്കാൻ സാധിച്ചത്. എൻ്റെ കർത്താവ് വരുമെന്നുള്ളതാണ്. ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് വരും, ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ആളുകൾ വന്ന് കണ്ടുപിടിച്ചു. ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. വിശ്വാസമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ദൈവത്തിലുള്ള വിശ്വാസം, മറ്റുള്ളവരുടെ വിശ്വാസം, തന്നെയുള്ള വിശ്വാസം, ഇതായിരിക്കും നമ്മുടെ അടിസ്ഥാനം. നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ അത്തരത്തിലുള്ള വട്ടന്മാരെ കൂടെ പോകരുത്. നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. കർത്താവിലുള്ള വിശ്വാസം അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം ദയനീയമാകും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിന് മുഴുവൻ പ്രത്യാശയും
അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എല്ലാറ്റിലും നമ്മളെ വഴി നടത്തുന്ന വിശ്വാസമാണ്. അവിശ്വാസം കൈവിടാതെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും, എന്തൊക്കെ ചോദ്യം ചെയ്താലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവം, ഓരോന്നിനെയും വളരെ സൂക്ഷ്മമായി സൃഷ്ടിച്ചിട്ടുള്ള ദൈവം, ഓരോന്നിനെയും പരിപാലിക്കുന്ന ദൈവം, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ദൈവം, ആ ദൈവം എൻ്റെ സ്നേഹമാണ്, എന്നെ പ്രത്യേകമായിട്ട് അറിയുന്നതാണ്, ആ ദൈവത്തിൻ്റെ മകളാണ് ഞാനെന്നുള്ള ചിന്ത നമുക്ക് ശക്തിയായി തീരട്ടെ, നമ്മുടെ അടിസ്ഥാനമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശതാധിപൻ്റെ വിശ്വാസത്തെ അങ്ങന്ന് പ്രകീർത്തിച്ചുവല്ലോ. കർത്താവേ, വിശ്വാസമാണ് എല്ലാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വിശ്വാസമില്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഞങ്ങളിൽ തന്നെയും മറ്റുള്ളവരിലും ദൈവത്തിലുമുള്ള വിശ്വാസത്തോടു കൂടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഇടവരുത്തണമേ. ഞങ്ങളെ വ്യക്തിപരമായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ കൈവിടില്ലെന്ന് പ്രത്യാശിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അങ്ങേക്ക് അറിയാമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.